അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാനായ ഒരു വലിയൻ്റെ ഔലിയാക്കളുടെ ചരിത്രം തന്നെയാണ് ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെയ്ഖ് അബൂ സയ്യിദുൽ ഖസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ മക്കത്തെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫക്കീറിനെ കാണുകയുണ്ടായി. അയാൾ ആളുകളോട് വല്ലതും തരണം, സഹായിക്കണം എന്നിങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് അയാളോട് വെറുപ്പാണ് തോന്നിയത്. ഇതുപോലെയുള്ളവർ സമൂഹത്തിനൊരു ഭാരമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഫക്കീർ ഉടനെ എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നു. അയാളുടെ കയ്യിൽ 2 പഴന്തൊടി കഷ്ണമുണ്ട്. അയാളുടെ മുഖത്ത് പ്രതിഷേധത്തിൻ്റെ നിഴല്. എന്നോട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു. അള്ളാഹുവിന് നിങ്ങൾ ഭയപ്പെടണം. അന്യനെ പറ്റി ചീത്ത വിചാരം വെച്ച് പുലർത്തരുത്. ചീത്ത വിചാരം മനുഷ്യനെ അധപ്പതിപ്പിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും. പക്ഷേ അള്ളാഹുവിനും എനിക്കും അറിയാം. ഇത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അയാൾ സാധാരണക്കാരനല്ല. ഞാൻ അയാളോട് മറുപടിയൊന്നും പറഞ്ഞില്ല. മനസ്സുകൊണ്ട് പശ്ചാത്തപിച്ചു. അയാളെപ്പറ്റി ചീത്ത വിചാരങ്ങൾ മനസ്സിലുണ്ടായതിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു. ഉടനെ ആ ഫക്കീർ എന്നെ വിളിച്ചു പറഞ്ഞു, അള്ളാഹു താങ്കളുടെ പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ട്, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ അതിശയം ശതഗുണീഭവിച്ചു. ഷെയ്ഖ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, താങ്കൾ ആരുടെ അടുത്ത് നിന്നാണ് സൽസ്വഭാവം പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, മഹാത്മായ ഖൈസുൽ മിൻകരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഉസ്താദ് അവർകൾ തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ ദാസി ഒരു ചുട്ട ഇറച്ചി കഷ്ണവുമായി വന്നു. ചുട്ട ഇറച്ചി കഷ്ണം അബദ്ധത്തിൽ അവളുടെ കയ്യിൽ നിന്ന് മഹാനവറുകളുടെ കുട്ടിയുടെ ശരീരത്തിൽ വീണു. കുട്ടിക്ക് പൊള്ളലേറ്റു എന്ന് മാത്രമല്ല, ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. ദാസി ആകെ ബേജാറിലായി, പരിഭ്രമത്തിലായി. തനിക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് അവൾ പേടിച്ചു. എന്നാലേ ശൈഖ് അവർകൾ അവരെ ശിക്ഷിക്കുകയുണ്ടായില്ല. അദ്ദേഹം അവളോട് പറഞ്ഞു, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കുന്നു, നിനക്ക് പോകാം. അള്ളാഹുവിൻ്റെ വിധിയിൽ ഞാൻ ക്ഷമിക്കുന്നു. ഈ സൽസ്വഭാവമാണ് ഞാൻ മഹാത്മാവിൽ നിന്ന് പഠിച്ചെടുത്തത്. ഷെയ്ഖ് അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരിടവഴിയിലൂടെ പോവുകയാണ്. ആരോ ഒരു മാളികയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്കിട്ട വെണ്ണീര് ഷെയ്ഖ് അവറുകളുടെ തലയിൽ വന്ന് വീണു. അദ്ദേഹത്തിൻ്റെ ശരീരവും വസ്ത്രവും വെണ്ണീരിൽ മുങ്ങി. ഉടനെ ശിഷ്യന്മാർ അങ്ങേയറ്റം കുപിതരായി. അവർ അതിട്ട ആളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഷെയ്ഖ് അവറുകൾ ശിഷ്യന്മാരെ സമാശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, തീ കോരിയിടേണ്ട, എൻ്റെ തലയിലേക്ക് അയാൾ വെണ്ണീരല്ലേ ഇട്ടുള്ളൂ, അത് സാരമില്ല, നമുക്ക് പോകാം. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വെണ്ണീർ ദേഹത്തിൽ നിന്നെല്ലാം കുടഞ്ഞു കളയുകയാണ്. ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. ഒരു സൂഫി വര്യന് ഒരു ആടുണ്ടായിരുന്നു. ഒരു ദിവസം അത് 3 കാലിൽ നിൽക്കുന്നത് കണ്ടു. ഒരു കാല് ആരോ മുറിച്ചതായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ ആടിൻ്റെ കാല് മുറിച്ചത്? അദ്ദേഹത്തിൻ്റെ അടിമ പറഞ്ഞു, ഞാനാണ് മുറിച്ചത്. എന്തിനാണ് ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് അവൻ്റെ മറുപടി വിചിത്രമായിരുന്നു. അങ്ങയെ ദുഃഖിപ്പിക്കാൻ എന്നവൻ മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ട സൂഫി പറഞ്ഞു, എന്നാൽ ഞാൻ ദുഃഖിക്കുന്നത് എൻ്റെ ആടിൻ്റെ കാലൊടിഞ്ഞതിനെ സംബന്ധിച്ചല്ല, അത് ചെയ്ത നിന്റെ അവിവേകത്തെ പറ്റിയാണ്. അതുകൊണ്ട് നീ പോയിക്കോ, നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഷെയ്ഖ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു തെമ്മാടി ശകാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം അതിനൊന്നും ഗൗനിക്കാതെ തൻ്റെ വഴിക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ശകാരിക്കുകയാണ് ആ ദുഷ്ടനായ മനുഷ്യൻ. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഷെയ്ഖ് അവറുകൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഇനി നിനക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞ ശേഷമേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും നീങ്ങുകയുള്ളൂ. കാരണം അപ്പുറത്ത് എൻ്റെ സഹോദരന്മാരുണ്ട്. നീ പറയുന്നത് കേൾക്കാൻ ഇടവന്നാലേ അവർ ചിലപ്പോൾ എന്നെപ്പോലെ ക്ഷമിക്കുകയില്ല, നിന്നെ അവർ വെറുതെ വിടുകയുമില്ല. അതുകൊണ്ട്
നിനക്ക് പറയാനുള്ളതെല്ലാം വേഗം പറഞ്ഞു തീർക്കുക, എന്നിട്ടേ ഇനി ഞാൻ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. ഇത് കേട്ട് നാണക്കേട് തോന്നിയ തമ്മാടിയായ മനുഷ്യ ശകാരം നിർത്തി പിന്തിരിഞ്ഞ് നടന്നു. ഷെയ്ഖ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അദ്ദേഹത്തെ ഒരു സ്ത്രീ ഒരിക്കൽ ദുഷ്ട എന്ന് വിളിച്ചു. ഉടനെ അദ്ദേഹം അവളോട് ചോദിച്ചു, ബസ്രയിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത എൻ്റെ യഥാർത്ഥ നാമം നിനക്കെങ്ങനെയാ കിട്ടിയതെന്ന് ചോദിച്ചു. ഷെയ്ഖ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വിനയം കൊണ്ടാണ് ഷെയ്ഖ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇത്ര വലിയ പദവിയിലെത്തിയത്. ഒരു സൂഫി വര്യൻ്റെ സ്നേഹിതനെ സർക്കാരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വിവരം അദ്ദേഹം സൂഫി അറിയിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, നീ അള്ളാഹുവിനെ നന്ദി ചെയ്യണം, കാരണം അവൻ ഇതിലും വലിയ ആപത്തൊന്നും നിനക്ക് വരുത്തിയില്ലല്ലോ. പിന്നീട് അയാളെ അടിശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും അയാൾ സൂഫിയെ വിവരം അറിയിച്ചു. അപ്പോഴും സൂഫിയുടെ മറുപടി ആദ്യത്തേത് തന്നെ. പിന്നെ വയറിളക്കത്തിൻ്റെ അസുഖമുള്ള ഒരു മജൂസിയെ കൊണ്ടുവന്നു. ഇയാളെയും ആ മജൂസിയെയും ഒന്നിച്ച് ചങ്ങലക്കിട്ടു. മജൂസിയുടെ ഒരു കൈ ഇയാളുടെ കൈയുമായി ബന്ധിച്ചിരുന്നു. അതിനാലേ മജൂസി തുടർച്ചയായി മലവിസർജനത്തിന് പോകുമ്പോൾ ഇയാളും കൂടെ പോകേണ്ടി വന്നു. മാത്രമല്ല, രാവും പകലും തുടർച്ചയായി അയാളുടെ മലവിസർജനത്തിന് കാവൽ നിൽക്കേണ്ടതായും വന്നു. ഈ വിവരം അയാൾ സ്നേഹിതനായ സൂഫിയെ അറിയിച്ചു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അള്ളാഹു ഇതിനേക്കാൾ വലിയ ആപത്തൊന്നും താങ്കൾക്ക് വരുത്താതിരുന്നതിന് അള്ളാഹുവിനോട് നന്ദി പറയണം. ഇത് കേട്ട് സഹികെട്ട ആ മനുഷ്യൻ സൂഫിയോട് ചോദിച്ചു, ഇനി ഇതിലും വലിയ ആപത്ത് എന്താണ് വരാനുള്ളത്? ഞാൻ ഏതുവരെയാണ് ക്ഷമിക്കേണ്ടത്? അപ്പോൾ സൂഫി വര്യൻ പറഞ്ഞു, ഇതെല്ലാം നിസ്സാരമാണ്. സാരമായ ആപത്തൊന്നേ ഉള്ളൂ, സത്യവിശ്വാസം ഹൃദയത്തിൽ നിന്ന് നീക്കപ്പെട്ടു പോവുക എന്നത്. ഷെയ്ഖ് സഹിൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ വന്ന് ഒരാൾ സങ്കടം പറഞ്ഞു, ഷെയ്ഖ് അവർകളെ, എൻ്റെ വീട്ടിലൊരു കള്ളൻ കടന്ന് ധാരാളം വസ്തുക്കൾ മോഷ്ടിച്ചു. ഷെയ്ഖ് അവർകൾ മറുപടി പറഞ്ഞു, താങ്കൾ ക്ഷമിക്കണം, സാരമില്ല. പിശാചാകുന്ന കള്ളൻ താങ്കളുടെ ഹൃദയത്തിൽ കടന്ന് ഈമാൻ കൊള്ളയടിച്ചില്ലല്ലോ. ഷെയ്ഖ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യൻ 6 കടമ്പകൾ കടന്ന ശേഷമല്ലാതെ ഉന്നത സ്ഥാനത്തെത്തുകയില്ല. ഒന്നാമത്തേത് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും കഷ്ടപ്പാടിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയുമാണ്. രണ്ടാമത്തേത് പ്രതാപത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെട്ട് നിന്ദ്യതയുടെ വാതിൽ തുറക്കപ്പെടലാണ്. മൂന്നാമത്തേത് സുഖങ്ങളുടെ വാതിൽ അടക്കപ്പെട്ട് ദുഃഖങ്ങളുടെ വാതിൽ തുറക്കപ്പെടലുമാണ്. നാലാമത്തേത് ഉറക്കത്തിൻ്റെ കവാടം അടക്കപ്പെടുകയും ഉറക്കമില്ലായ്മയുടെ വാതിലുകൾ തുറക്കപ്പെടലുമാണ്. അഞ്ചാമത്തേത് ഐശ്വര്യത്തിൻ്റെ വാതിൽ അടക്കപ്പെടും, ദാരിദ്ര്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടലുമാണ്. ആറാമത്തേത് ദുനിയാവിലെ സുഖപ്രതീക്ഷകളുടെ കവാടങ്ങൾ അടക്കപ്പെട്ട് മരണത്തിനൊരുങ്ങാനുള്ള വാതിലുകൾ തുറക്കപ്പെടലുമാണ്. ഈ രൂപത്തിലാണ് മഹാത്മാക്കളായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഈ ഭൗതിക ജീവിതത്തെ നോക്കിക്കണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സർവ്വതും കൊള്ളയടിക്കപ്പെട്ടാലും അവൻ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ള ഈമാനാണ്. അത് കൊള്ളയടിക്കപ്പെട്ടു പോകുന്നതിനെയാണ് നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി വിജയികളായിത്തീരുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.